യുണൈറ്റഡ് ക്ലബിൻ്റെ 30-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലക്സ് ഇവിടെ യുണൈറ്റഡ് ക്ലബിൻ്റെ ഈ ഒരു ഓഫീസ് പരിസരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, കരീം മൈത്രിയാണ്. ചിത്താരി VP റോഡ് യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 30-ാം വാർഷികത്തിൻ്റെ നിറവിലുള്ള ഒരു വളരെ ഏറെ സന്തോഷമായ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 30-ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വൈകുന്നേരം അഖില കേരള കമ്പവലി മത്സരം നടക്കുകയാണ്. അതിൻ്റെ സംഘാടക സമിതി ചെയർമാനും അതുപോലെ തന്നെ യുണൈറ്റഡ് ക്ലബിൻ്റെ പ്രസിഡൻറ്റുമായ ഷെരീഫ് മിന്ന, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട അനീഫ BK, അതുപോലെ തന്നെ UAE കമ്മിറ്റി ചെയർമാനായ അബ്ദുള്ള, അതുപോലെ തന്നെ മറ്റു ഭാരവാഹികളൊക്കെ നമ്മുടെ കൂടെയുണ്ട്. എന്തായാലും ഈ യുണൈറ്റഡ് ക്ലബിൻ്റെ ഈ ഒരു വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടിയെക്കുറിച്ച് നമുക്ക് ക്ലബിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ സംഘാടക സമിതി ചെയർമാനുമായ നമ്മുടെ ഷെരീഫ് മിന്നയോട് തന്നെ ചോദിച്ച് നമുക്കറിയാം. എന്താണ് പ്രിയപ്പെട്ട ഷെരീഫെ, താങ്കൾക്ക് ഈ പരിപാടിയുമായി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? യുണൈറ്റഡ് ക്ലബിൻ്റെ 30-ാം വാർഷികം, അതിനോടനുബന്ധിച്ച് ക്ലബ്ബ് മെമ്പർമാരും അതേപോലെ UAE മെമ്പർമാർ യുണൈറ്റഡിൻ്റെ എല്ലാവരും ഒരു തീരുമാനമായിട്ട്, ഒരു കൂട്ടായ്മയുടെ ഒരു തീരുമാനമായിട്ട് എന്താണ് സമൂഹത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ രാവിലെ നമ്മൾ ഇന്ന് പരിപാടി മെഡിക്കൽ ക്യാമ്പ്, സൗജന്യ നേത്ര ചികിത്സ, അതുപോലെ തന്നെ തിമിര നിർണയ ക്യാമ്പ് ഇതാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഇവിടെ ഈ ചുറ്റുവട്ടമുള്ള എല്ലാ സ്ത്രീകളും അതേപോലെ ഇവരെ പോലത്തെ എല്ലാവരും വന്ന് ഇവിടെ ഡോക്ടറെ കാണുന്നുണ്ട്. ഇതുവരെ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇന്ന് വൈകിട്ട് നമ്മളെ കമ്പവലി മത്സരം, അത് കഴിഞ്ഞ് നാളെ സാംസ്കാരിക സമ്മേളനം, അത് കഴിഞ്ഞ് കുട്ടികളെ ഡാൻസ് പരിപാടി, അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് ഗാനമേള. ഇങ്ങനെ വിവിധ പരിപാടികളെല്ലാം ഞങ്ങൾ നല്ലൊരു കൂട്ടായ്മയോട് യുണൈറ്റഡിൻ്റെ മെമ്പർമാർ, സെക്രട്ടറി, പ്രസിഡൻറ്റ്, ഇങ്ങനെയുള്ള ഇതാവും പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒന്നും നോക്കാതെ ഈ ഏരിയയിൽ യുണൈറ്റഡിൻ്റെ മെയിൻ അജണ്ട എന്താണ്, നമുക്ക് ഈ സമൂഹത്തിന് നന്മ ചെയ്യാൻ പറ്റും, അത് ഈ പ്രവർത്തകർ അന്നും ഇന്നും പ്രതിജ്ഞാബദ്ധമാണ്. തീർച്ചയായിട്ടും ഈ നാടിന് വേണ്ടിയിട്ട്, ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്, ഇവിടെയുള്ള പ്രദേശത്തുകാർക്ക് വേണ്ടിയിട്ട് എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ടാവും. ചെറുതും വലുതൊന്നും നോക്കാതെ, ജാതിയോ മതമോ രാഷ്ട്രീയമൊന്നും ഒന്നുമില്ല, പ്രവർത്തിക്കുന്നു. 30 വർഷമായി. 30 വർഷം ഈ പരിസരത്ത് ഏതെങ്കിലും ഒരു ക്ലബ്ബ് പരിസരത്ത് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഏത് പാതിരാത്രി ഒരു വിഷയം വന്നു കഴിഞ്ഞെങ്കിലോ ക്ലബ്ബ് ഇടപെടുന്നതാണ്. അതോടൊപ്പം ഞങ്ങളിവിടെ കാഞ്ഞങ്ങാട് പോലീസ് ഓഫീസർമാരെല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും എന്തായാലും ഈ പരിപാടി 30-ാം വാർഷികം വൻ വിജയം ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട ക്ലബിൻ്റെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകനുമായ അനീഫ BK ഉണ്ട്. അനീഫ BKയോട് ചോദിക്കാം, നമ്മുടെ ഈ ഒരു യുണൈറ്റഡ് ക്ലബ്ബ് 30-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ യുണൈറ്റഡ് ക്ലബ്ബ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പിന്നിട്ട 3 പതിറ്റാണ്ട് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഈ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. തുറന്ന് പറയണമെങ്കിൽ അതിന് ഒരുപാട് സമയം വേണ്ടി വരും. സമയം നമുക്കത് പരിമിതമാണ്. എന്നിരുന്നാലും ഒരുപാട് നല്ല കാര്യങ്ങൾ പിന്നിട്ട 3 പതിറ്റാണ്ട് ഞങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ന് കമ്പവലി മത്സരം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാളെയാണെങ്കിൽ സാംസ്കാരിക സമ്മേളനം, അതുപോലെ തന്നെ സൗത്ത് ചിത്താരി GLP സ്കൂളിലെ കുട്ടികൾ, ഏതാണ്ട് അവിടെയുള്ള പഠിക്കുന്ന കുട്ടികളടക്കം കലാപരിപാടി ഉണ്ട് എന്നാണ് ഞാൻ നോട്ടീസിൽ ശ്രദ്ധിച്ചത്. അത്തരത്തിലുള്ള ഒരു കലാപരിപാടികൾ സ്കൂളിലെ കുട്ടികൾക്ക് അവതരിപ്പിക്കാൻ ഒരു വേദി കൊടുക്കുന്നത് പറഞ്ഞാൽ യുണൈറ്റഡ് ക്ലബ്ബ് ചെയ്യുന്ന വലിയൊരു നല്ലൊരു കാര്യമാണ്. എന്തായാലും യുണൈറ്റഡ് ക്ലബ്ബ് ഇതിനു മുമ്പും ചിത്താരി സ്കൂളും അതുപോലെ തന്നെ അവിടെയുള്ള വിദ്യാർത്ഥികളുമായി ഒരുപാട് നല്ല രീതിയിൽ സഹകരിക്കുകയും അവർക്ക് വേണ്ട സഹകരണങ്ങളും അതുപോലെ തന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് യുണൈറ്റഡ് ക്ലബ്ബ് ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ ഇതിനു മുമ്പ് നേരിൽ വീക്ഷിച്ചതാണ്. അപ്പോൾ എന്തായാലും ഈ കുട്ടികളെ പരിപാടി എന്തായാലും ഇന്ന് ഉണ്ടോ? നാളെ നടക്കുന്ന ഒരു പരിപാടിയിൽ കുട്ടികൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ ക്ലബ് അംഗങ്ങളുടെയും മറ്റും കലാപരിപാടികൾ ഇന്ന് അരങ്ങേറുന്നുണ്ട്.
സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്കൂൾ മാത്രമല്ല ഞങ്ങളുടെ സമൂഹത്തിൻ്റെ പല മേഖലകളിലും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ സ്കൂൾ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങളുടെ ക്ലബ്ബ് എല്ലാ സ്കൂളിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളുടെ ക്ലബ്ബ് ഇടപെടാറുണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ നേരിൽ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നമ്മുടെ UAE കമ്മിറ്റിയുടെ പ്രസിഡന്റ് അബ്ദുള്ള ഉണ്ട്. അബ്ദുള്ളയ്ക്ക് എന്താണ് ഈ ഒരു നല്ലൊരു മുഹൂർത്തം 30ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു യുണൈറ്റഡ് ക്ലബിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് അബ്ദുള്ളയ്ക്ക് ഗൾഫിൽ കഴിഞ്ഞ ദിവസമാണ് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അബ്ദുള്ളയ്ക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ യുണൈറ്റഡിൻ്റെ 30ാം വാർഷികം ഉള്ളത് ഞങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു. അതായത് ഞങ്ങൾ 30 കൊല്ലം മുമ്പ് ഞങ്ങൾ ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്നും ഈ 30 കൊല്ലത്തേക്ക് ഞങ്ങളെ കൊണ്ട് എത്തിക്കാൻ പറ്റി എന്നുള്ള ഒരു വലിയൊരു ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ പ്രവാസികളായ ഞങ്ങൾപ്പെട്ട ഒരുപാട് യുവാക്കൾ ഇന്നും ഈ യുണൈറ്റഡിൻ്റെ ഓരോ പ്രവർത്തനത്തിലും അവർ ഭാഗമായിട്ട് പ്രവാസികൾ ഞങ്ങളോടൊപ്പം സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അവർ ക്ലബിനോടൊപ്പം ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമാണ്. ഈ 30ാം വാർഷികം ആഘോഷിക്കാൻ പല മെമ്പർമാരും നാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പല ആൾക്കാർക്കും ഇനിയും ഇവിടത്തേക്ക് എത്തണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. അത് ജോലി സംബന്ധമായ വിഷയങ്ങളായത് കാരണം എത്താൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഞങ്ങൾ കരീമിനെ തന്നെ സംബന്ധിച്ച് ഞങ്ങൾ ലൈവ് പ്രോഗ്രാം ചെയ്യണമെന്ന് പോലും ഞങ്ങൾ അപേക്ഷിച്ചതാണ് മൈത്രി വിഷനിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി വളരെ ഗംഭീരമായി പ്രൗഢമായിട്ട് ഞങ്ങൾ ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ അത് സമൂഹത്തിനും മറ്റുള്ള മേഖലകളിലേക്കും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി മുമ്പോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും എന്തായാലും വലിയവരോ ചെറിയവരോ ഒന്നുമില്ല, അതാണ് യുണൈറ്റഡ് ക്ലബ്ബ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ്. ഇപ്പോൾ മുതിർന്ന ആളുകളൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മുതിർന്ന ആളുകൾക്ക് എന്തായാലും ക്ലബിന് എല്ലാവിധ ആശംസകളും ഇതിൽ പറയാനുണ്ടോ? അതായത് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു അറിവുള്ളവനൊന്നുമല്ല, എങ്കിലും ഈ ചെറുപ്പക്കാർ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് വളരെയധികം അന്ന് മുതൽ ഇന്ന് വരെ മനസ്സിന് നല്ല ഒരു സന്തോഷമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടിയാൽ വീണ്ടും അത് നല്ലോണം ചെയ്യണം. ഞാൻ മരിച്ചുപോയാലും ഈ ചെറുപ്പക്കാർ വന്ന് എത്തണമെന്ന് ഞാൻ വളരെയധികം ദൈവികമായിട്ട് തന്നെ പറയുന്നു. അത് എല്ലാ നാട്ടുകാർക്കും വീട്ടുകാർക്കും നല്ലൊരു കാര്യമായിട്ട് എപ്പോഴെന്നും കൊണ്ടു നടത്താം. പക്ഷേ നമ്മൾ വിധി കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായിട്ടും എന്തായാലും നല്ലൊരു പ്രാർത്ഥനയാണ് ഇവിടുത്തെ യുണൈറ്റഡ് ക്ലബിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് നമ്മളെ മുതിർന്ന അംഗം ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ഈ ഒരു 30ാം വാർഷികാഘോഷം നല്ല രീതിയിൽ നമുക്ക് ഇവിടെ സമാപിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യുണൈറ്റഡ് ക്ലബ്ബ് ഇനിയും ഒരുപാട് വർഷം ഇനിയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യുണൈറ്റഡ് ക്ലബിൻ്റെ 30ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലക്സ് ഇവിടെ യുണൈറ്റഡ് ക്ലബിൻ്റെ ഈ ഒരു ഓഫീസ് പരിസരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ മരിച്ചുപോയ ദാമോദരേട്ടൻ, അതുപോലെ തന്നെ ശശി KV റസാക്ക്, അതുപോലെ തന്നെ മുഹമ്മദ് കുഞ്ഞി കുളത്തുങ്കൽ അബ്ബാസ് എന്നിവരുടെ ഫോട്ടോ വെച്ച് മരിക്കാത്ത ഓർമ്മകൾ, അതായത് ഈ ക്ലബിന് വേണ്ടിയിട്ട് പ്രവർത്തനം കാഴ്ചവെച്ചവരുടെ ഓർമ്മിച്ചുകൊണ്ട് ഇതിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ യുണൈറ്റഡ് ക്ലബിൻ്റെ പ്രവർത്തകന്മാർ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ ആളുകളെയും കൂടെ ഫോട്ടോ വെച്ചുള്ള ഒരു ഫ്ലക്സ് എന്തായാലും ഇതൊരു സമൂഹത്തിന് വലിയൊരു മാതൃക തന്നെയാണ് എന്നാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കരീം മൈത്രി.